ലാസ്റ്റ് ക്ലാസ് സാറ് വല്ലതും എടുത്തായിരുന്നോ? എനിക്കൊരു മീറ്റിങ്ങിന് പോകേണ്ടി വന്നപ്പോ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോടെ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ലാസ്റ്റ് നിർത്തി അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് എക്സ്പോസ് ഫാക്ടോ ലെജിസ്ലേഷൻ ആർട്ടിക്കിൾ 20. ഞാൻ കാര്യം ചെയ്യാം, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഈ സ്ലൈഡ് ഞാൻ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? മോഡ്യൂൾ 2 സ്ലൈഡ് തന്നായിരുന്നു അവിടെ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഞാൻ ഈ സ്ലൈഡ് തന്നിട്ടുണ്ടോ? മോഡ്യൂൾ 2 സ്ലൈഡ് തന്നായിരുന്നോ? ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് മോഡ്യൂൾ 2 സ്ലൈഡ് തരാം. ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 20 ആയിരുന്നു, റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവെൻഷൻ, കൺവെക്ഷൻ ഫോർ ഒഫൻസസ്. ഇതിൻ്റെ അകത്ത് 3 ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എക്സ്പോസ് ഫാക്ടോ ഫാക്ട്. അതായത് ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്ത സമയത്ത് ആ നിയമം പ്രാബല്യത്തിലുണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ കുറ്റത്തിന് ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ മറ്റേ ഡൽഹിയിലെ മറ്റേ കേസ്, നിർഭയ കേസ്, അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നെ. സോ വെൻ യു കമ്മിറ്റ് എ ക്രൈം ആൻഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈം, ഇഫ് ദ ലോ ഇസ് നോട്ട് ഇൻ പ്ലേസ്, യു കനോട്ട് ബി കൺവിക്റ്റഡ് ഫോർ ദാറ്റ് ക്രൈം എന്നാണ് എക്സ്പോസ് ഫാക്ടോ പറയുന്നത്. സെക്കൻഡ് വേണമെന്ന് വെച്ചാൽ ഡബിൾ ജെപ്പേർഡി എന്നാണ്. ഡബിൾ ജെപ്പേർഡി, GEOPARDY. ഡബിൾ ജെപ്പേർഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറ്റം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ ഓൺലി ബി പണിഷ്ഡ് ഫോർ വൺ ക്രൈം വൺസ്, നോട്ട് ഇൻ ഫ്യൂച്ചർ. അതായത് ഫോർ ദ സെയിം ഒഫൻസ് നോ പേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് മോർ ദാൻ വൺസ്. നമ്മളിപ്പോ ഒരു കുറ്റം ചെയ്ത് കഴിയുമ്പോൾ, നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു കുറ്റം ചെയ്തു, കാരണം ഒരു ചെറിയ എന്തെങ്കിലും മോഷണ കുറ്റം, നമ്മളിപ്പോ ഒരു മോഷണ കുറ്റത്തിൽ നമ്മൾ വെൻ യു ആർ അറസ്റ്റഡ് ആൻഡ് വെൻ യു ഹാവ് ബീൻ processed by the judicial process, you cannot be processed again for the same crime that you have. നീ അന്ന് ഈ തെറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് you cannot be tried for the same case more than once. And the third one is prohibition against self-incrimination. Prohibition against self-incrimination. Self-incrimination എന്ന് വെച്ച് കഴിഞ്ഞാൽ, it means any offender cannot be compelled to give any self-incriminating evidence showing his or her indulgence in the crime. നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ, ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അതർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ പോലീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോ ആണെങ്കിൽ, ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് ദാറ്റ് യു ഹാവ് കമ്മിറ്റഡ് എ ക്രൈം. യു കനോട്ട് ഗിവ് ദം സെൽഫ് ഇൻക്രിമിനേറ്റിംഗ്. അതാണ് നമ്മളിപ്പോൾ പോലീസിന്റെ അടുത്ത് പറയുകയാണ്, ഞാനാണ് സാറേ ഈ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊഴിയും കൊണ്ട് if they take you to court, you cannot be tried based on your own appeal unless you appeal there itself. പോലീസ് സാറേ പുള്ളിക്കാരൻ എന്നോട് അന്ന് പറഞ്ഞിരുന്നു, he had committed to me that he had committed that crime എന്ന് പറഞ്ഞാൽ that will not hold in the court of law. But at the same time, if any object or any document is searched and seized from your possession of the accused person in the hideout, it can be considered as a piece of evidence. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിനെ സാധനമായിട്ട് നമുക്ക് തെളിവായിട്ട് വെക്കാം. ബട്ട് യുവർ വേർഡ് അഗെയിൻസ്റ്റ് യുവർ സെൽഫ് കനോട്ട് ബി ടേക്കൻ അപ്പോൺ ഇൻ എനി കോർട്ട് ഓഫ് ലോ. ഈ 3 കാര്യമാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് അകത്ത് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എക്സ്പോസ് ഫാക്ടോ, second one is double jeopardy, and the third one is prohibition against self-incrimination. Now Article 21 says protection of life and personal liberty. Basically പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, no person shall be deprived of his life and personal liberty except in accordance with the procedure established by law. We have clearly made a distinction between what is freedom and what is liberty. കാരണം ഫ്രീഡം വിത്തിൻ കൺസ്ട്രെയിൻഡ് ഓർ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് ഓർ വിത്തിൻ ദി സോഷ്യൽ നോംസ് ഇസ് നോൺ ആസ് ലിബർട്ടി. അപ്പൊ ആ പേഴ്സണൽ ലിബർട്ടി നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദാറ്റ് പേഴ്സണൽ ലിബർട്ടി ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ നമ്പർ 21.
Over the last couple of years, Article 21 has become the most important fundamental right because that has become a foundation stone of Part 3 of our Indian Constitution. നമ്മൾ പാർട്ട് 1 പഠിപ്പിച്ചു, പാർട്ട് 2 പഠിച്ചു, പാർട്ട് 3 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ പാർട്ട് 3യുടെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫൗണ്ടേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഫൗണ്ടിങ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. ബട്ട് ഈവൻ ദോ ദിസ് ഇസ് എ വെരി സ്മോൾ ടേം ഓർ എ സ്മോൾ ഡെഫിനിഷൻ, ദിസ് ഹാസ് ഗോട്ട് മെനി മീനിങ്സ് ഇൻ ദ ലൈറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇൻഫേർഡ് റൈറ്റ് എന്താണെന്ന് പഠിക്കുന്നത്. There is now something known as an inferred right. Inferred right in the church, which is not specifically defined in our constitution, but that can be inferred. That can be inferred from this right. അതായത് ഇതിൻ്റെ, ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ പറയാം, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് ടു ലെറ്റ്സ് എ സ്പീഡി ട്രയൽ, റൈറ്റ് ടു ഡീസെന്റ് ലൈഫ്. ഇതെല്ലാം ഈ റൈറ്റ് ടു ലൈഫിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ അകത്ത് വരുന്നതാണ് ഇതെല്ലാം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫേർഡ് റൈറ്റ്സ്. ഇതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്ന റൈറ്റ്സ്. അപ്പൊ ഇൻഫേർഡ് റൈറ്റ്സിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫർ ചെയ്തിരിക്കുന്ന റൈറ്റും കൂടിയാണ് ആർട്ടിക്കിൾ നമ്പർ 21. കാരണം ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഒരാൾ ജീവിക്കാൻ മാത്രം ഉള്ള ഒരു അവകാശം കൊടുത്താൽ പോരാ. ഹൗ ഹി ഷുഡ് ലിവ്, whether he should have a decent life, whether he should have a respectful wife, whether he should have a right to privacy, right against cruel punishment. There are many other different inferred rights that were adopted from this. So നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നിയമത്തിന് പോവുകയാണെങ്കിൽ, കോടതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ കോട്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21, because that talks about how you can have a how your life is being protected or how your personal liberty is being protected. This is one of the main reasons why euthanasia, സ്വന്തമായി നമുക്ക് ജീവൻ എടുക്കാനുള്ള അവകാശം അതുപോലെ നിഷേധിച്ചിരിക്കുന്നത്. Because taking your own life is considered as a punishment as per article 21. കോള് കട്ടായിട്ടുണ്ടോ? ഹലോ, കേക്കാടെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ആസ് പെർ ആർട്ടിക്കിൾ 21 അതിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ റൈറ്റ് ടു ലൈഫിന്റെ അകത്ത് നമുക്ക് സ്വന്തമായിട്ട് ജീവൻ എടുക്കും. ഇപ്പം if you commit a suicide, if you're planning on committing a suicide, so if you commit a suicide and if you're unsuccessful, then the police will, then the law enforcement will take a case against you, because taking your own life is considered as a violation of your article 21. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കേസുണ്ടല്ലോ സുപ്രീം കോർട്ടിൽ. ഐ തിങ്ക് ദ കേസ് വാസ് അരുണ ഷാ ഭാഷി എന്നൊരു കേസ് എന്തോ ഉണ്ടായിരുന്നു. അരുണ ഷാ, എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ അകത്ത് ദേ പ്ലീഡഡ് ഫോർ യുത്തനേഷ്യ, കൺസിഡറിങ് ദാറ്റ് റൈറ്റ് ടു ലൈഫ് ഉള്ള ഒരാൾക്ക് ഹി ഷുഡ് ബി ഗിവൺ ദ റൈറ്റ് ടു ഡിസൈഡ് വെദർ ഹി ഷുഡ് വോണ്ട് ടു എൻഡ് ഹിസ് ലൈഫ് ഓർ നോട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു കേസ് വന്നായിരുന്നു. അതിൻ്റെ അകത്തായിരുന്നു സുപ്രീം കോടതി came out with a wonderful verdict in some respects, which says that passive euthanasia can be adopted. Passive euthanasia means if a person is in a ventilator, they have the right to remove the ventilator. But they are not killing you per se, but they are taking away your life support. Other passive euthanasia form ആയിട്ട് ഒരു mercy killing പോലെ passive euthanasia has been upheld by, I think it is Aruna Shabash case versus Union of India എന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് they have given the rights for doctors to conduct a passive euthanasia if required. Okay, then next one is our right to elementary education, which is Article 21A. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 21A എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു എവറി സിറ്റിസൺ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14 in such manner as the state shall may deem to think it is fair. This was actually added by the 86th Amendment in 2002. I've told you what amendments are. Amendment in the these are changes that can be brought to the Indian Constitution through a bill passed by the Indian Parliament. It can be through simple majority, 2/3 majority, present and voting. ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ചെയ്യാം. അങ്ങനെ 86th Amendment 2002 there was an 86th Amendment which was passed. അതിൻ്റെ അകത്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 21A, which says it shall be the duty of the state to provide free and compulsory education to every children between the age of 6 to 14. Okay. And the final right to freedom is protection against arrest and detention in certain cases.
അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു എക്സ്പാൻഡഡ് വേർഷൻ ആണ്, വിച്ച് സേസ് നോ പേഴ്സൺ ഷാൽ ബി അറസ്റ്റഡ് ഓർ ഡിറ്റൈൻഡ്. നമ്മൾ 3 കേസസ് പറയുന്നുണ്ട്. എ, വിത്തൗട്ട് പ്രോപ്പർലി ഇൻഫോമിങ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രോപ്പർലി ഇൻഫോമിങ് ഹിം. എന്തിനു വേണ്ടിയാണ് നിന്നെ അറസ്റ്റ് ചെയ്യുന്നത്? വിത്തൗട്ട് പ്രോപ്പർ ഇൻഫർമേഷൻ. They should be informed on what ground he has been arrested. That is your fundamental right. Second one, he must be produced before the nearest magistrate within less than 24 hours of his arrest. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours തന്നെ അടുത്തുള്ള ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇഫ് യു ഗെറ്റ് അറസ്റ്റ് ഓൺ എ ഫ്രൈഡേ നൈറ്റ് ഓർ ഫ്രൈഡേ ഈവനിങ്, ദേ ക്യാൻ ഹോൾഡ് യു ഇൻ ജയിൽ ടിൽ മൺഡേ. റിമാൻഡിൽ മൺഡേ വരെ കൊണ്ടുപോകാൻ പറ്റും. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് എ ഹോളിഡേ. On a holiday, this is not applicable. Then the third one is, no such person shall be detained the right to consult and to be defended by a legal practitioner. എല്ലാവർക്കും ലീഗൽ പ്രാക്ടീഷണറിനോടുള്ള ആക്സസ് കൊടുത്തിരിക്കും. ആൻഡ് ഇഫ് ഹി ഈസ് നോട്ട് ഏബിൾ ടു, ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പൊ ഈ 3 സാധനങ്ങളാണ് നമ്മൾ ഒരു ഇന്ത്യൻ പൗരന് സബ്ജക്ട് ടു. ഹി ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇഫ് യു ആർ അറസ്റ്റഡ് അണ്ടർ ലെറ്റ്സ് എ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു if there is a belief that you will be committing a crime, you can be detained. ഇപ്പൊ പ്രസിഡന്റ് വരുന്ന സമയങ്ങളിൽ if they feel this particular person might be a threat to the visit of the president or prime minister or for any other individual or for any event, ഏതെങ്കിലും ഇവന്റ് നടക്കാൻ നേരത്ത് these people might cause issue എന്നുണ്ടെങ്കിൽ you can be arrested under Preventive Detention Act. അപ്പോൾ Preventive Detention Actൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ these 3 will not be applicable. So protection against arrest and detention നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന. ഫസ്റ്റ് വൺ is without proper information. Second one is you should be produced before the court of law or the magistrate within 24 hours. And the third one is no person shall be denied the right to consult and to be defended by a legal practitioner of his choice. ഇത് ഇത്രയും കൂടിയാണ് നമുക്ക് റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അകത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. ഇതോടെ ആർട്ടിക്കിൾ 19 to 22 കഴിഞ്ഞിരിക്കുന്നു. Now the next one is right against exploitation. This is a fairly straightforward fundamental right. As the word describes, and അത് രണ്ടെണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ is prohibition of trafficking in humans and forced labor. അതായത് as the definition itself says, that is the same thing. Sorry. Prohibition of trafficking in human beings and forced labor. The trafficking in human beings is selling or buying of men, individuals, women or children like goods has been removed, has been considered as a punishable offense in the case of an Indian constitution. അതായത് മനുഷ്യനെന്ന് വെച്ചാൽ ആണിനെയോ പെണ്ണിനെയോ കുട്ടികളെയോ ആരെയും നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ വിൽക്കാനോ വാങ്ങാനോ പാടില്ല. ഫോർ എനി ഇമ്മോറൽ പർപ്പസസ് ഓർ എനിത്തിങ് സച്ച് ആസ് സെക്സ് ട്രേഡ് ഓർ ഓർഗൻ ട്രാഫിക്കിംഗ് ഓർ എനിത്തിങ് ദാറ്റ് ഷാൽ ബി കൺസിഡേർഡ് ആസ് എ പണിഷ്മെന്റ്. അത് വരണം. ആൻഡ് ദ സെക്കൻഡ്, ദിസ് ഇസ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ആർട്ടിക്കിൾ, ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നൗ ദി സെക്കൻഡ് പാർട്ട് ഇസ് ഫോഴ്സ്ഡ് ലേബർ. ഇനി now we have to look at the definition of what is a forced labor. Forced labor can be actually divided into 3 parts. എളുപ്പത്തിന് വേണ്ടി നമുക്ക് 3 രീതിയിൽ വേണമെങ്കിൽ ഒന്നിനെ ഫോഴ്സ് ലേബർ എന്ന് പറയാം. ഒന്ന്, no person can be compelled to do a work against his will even if you are given let's say remuneration. അതായത് ഒരു ഫോഴ്സ് ചെയ്തുകൊണ്ട് you cannot make anyone do a work. Forced work is not possible even if you are paid for. Forced work with the payment or remuneration is not allowed. നമുക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ ആ ജോലി കാശ് തന്ന് നമ്മൾക്ക് നിർബന്ധം ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ദാറ്റ് വിൽ കം അണ്ടർ ഫോഴ്സ്ഡ് ലേബർ. സെക്കൻഡ് വൺ ഇസ് നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു വർക്ക് അഗെയിൻസ്റ്റ് ആഫ്റ്റർ വർക്ക് ഇസ് ഡൺ റെമ്യൂമറേഷൻ ഇസ് നോട്ട് പെയ്ഡ്. അതായത് വർക്ക് വിത്ത് നോ പേ, അതും ഫോഴ്സ് ലേബറിൽ വരും. നമ്മൾ ജോലി ചെയ്തതിനു ശേഷം കാശ് വന്നില്ല, അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത്. ഇഫ് ദാറ്റ് ഇസ് വയലേറ്റഡ് ഓൾസോ you can approach the court. And the final one is if the remuneration is less than the minimum wage. അതായത് നമുക്ക് കിട്ടേണ്ട മിനിമം വേജിന്റെ കാട്ടിയും കുറച്ചാണ് നമുക്ക് സാലറി തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫോഴ്സ് ലേബർ എന്ന് വിളിക്കാൻ പറ്റും. അതാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്, പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ് ലേബർ. ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻസ് ഓർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ
any individual, any human being, let it be man, woman, or children, they will be traded as goods in a form of transaction. It can be for organ donation, it can be in the form of anything. That is not allowed, and that is considered as a punishable offense as per the Indian Constitution. You cannot be sold off. നമ്മൾ ഒരാളെ സ്ലേവറിയുടെ ഭാഗമായിട്ട് ഒരാളെ നമുക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല. And the second one is forced labor. ഈ ഫോഴ്സ് ലേബറിന്റെ അകത്താണ് നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഫോഴ്സ് ലേബർ? ഫോഴ്സ് ലേബർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിന് ശമ്പളം തരിക. അത് ഫോഴ്സ് ലേബർ ആണ്. സെക്കൻഡ് വൺ ഇസ് വർക്ക് വിത്തൗട്ട് എനി പേ. നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഇറ്റ് ഇസ് എ ഫോം ഓഫ് സ്ലേവറി where you have to work without any remuneration or pay. And the third one is മിനിമം വേജസ്. അതായത് നമുക്ക് തന്നെ മിനിമം വേജസ് പോലും അവർ തരാതെ നമ്മളെ ജോലി ചെയ്യിപ്പിച്ചിട്ട് വിട്ടാൽ that will also be considered as a forced labor. And the next one is in right against exploitation is prohibition of employment of children in factories. അതായത് prohibition of employment of children below the age of 14 in any hazardous job is considered as a punishable offense. അപ്പോൾ ഈ ആൾക്കാർ ഈ പിള്ളേരൊക്കെ ഈ ചായക്കടയിൽ നിൽക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും കമ്പനി ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതോ, അതെങ്ങനെയാണ് അലൗഡ് ആവുന്നത്? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? അത് അവരുടെ സ്വന്തം ഷോപ്പല്ലേ, അപ്പോൾ അതവരുടെ സ്വന്തം ഷോപ്പാണ്. അതൊരു റീസൺ. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചേർത്തൊരു വാക്കുണ്ട്, ഇൻ ഹസാർഡസ് കണ്ടീഷൻ. ഹസാർഡസ് കണ്ടീഷനിലാണ് 14 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ ജോലി ചെയ്യാൻ പാടില്ലാത്തത്. പിന്നെ ഫാമിലി ഉൾപ്പെടെയുള്ളവർക്കിൽ ആണെങ്കിൽ ദേ ക്യാൻ അസിസ്റ്റ് ദം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറി. ഇതിനകത്ത് സ്പെസിഫിക്കലി പറയുന്നുണ്ട് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 in hazardous job is considered as a violation. This article is an absolute in nature. അതായത് ഇതിൻ്റെ അകത്ത് വേറെ ഒരു എക്സെപ്ഷൻസ്, നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് പല എക്സെപ്ഷൻസ് വന്നേക്കാം, പക്ഷെ ഇതിൻ്റെ അകത്ത് there is no form of exception allowed. ഓക്കെ. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനും റൈറ്റ് ടു എഡ്യൂക്കേഷണൽ റൈറ്റ്സും ഇറ്റ് ഈസ് മോർ ഓർ ലെസ് എ സ്ട്രേറ്റ് ഫോർവേഡ് വൺ. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സെപ്ഷൻസും കുറച്ച് ക്രൈറ്റീരിയസും മാത്രമേ തരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾ 25 to 28 talks about freedom of religion. In freedom of religion, every individual, Article 25 says, they have the freedom of consensus and the right to profess, practice and propagate their religion. ഏതൊരാൾക്കും അയാളുടെ മതത്തിൽ വിശ്വസിക്കാം, അത് പ്രാക്ടീസ് ചെയ്യാം, അത് നാലാൾക്ക് പറഞ്ഞു കൊടുക്കാം ആൻഡ് പ്രൊഫസ് ചെയ്യാം. അതിനൊരു തെറ്റുമില്ല. പക്ഷേ there is a small exception. എന്തായാലും exception, it should be subjected to public order, morality and health. അതായത് it should be within the confines of public order, morality and public health. ഈ മൂന്ന് സാധനം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. ഈ മൂന്ന് സാധനം, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഈ മൂന്ന് സാധനം നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ടു റൂട്ട് ഔട്ട് എനി ഫോം ഓഫ് മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ ബൈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ദ സുപ്രീം കോർട്ട് മേക്സ് ദ ഫോളോയിങ് എക്സ്പ്ലനേഷൻസ്. ഇൻ ദ നെയിം ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ, no one is allowed to practice untouchability. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ആർട്ടിക്കിൾ 17 അകത്ത്, നമ്മുടെ മതവിശ്വാസത്തിന്റെ പേരിൽ ഇന്ന അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എ ഹ്യൂജ് പണിഷബിൾ ഒഫൻസസ്. പിന്നെ ഇൻഡീസെന്റ് ഡ്രസ്സിങ്, എന്റെ മതം വിശ്വസിക്കുന്നതിന് ദേ കാൻ ബി ഇൻഡീസെന്റ് ഡ്രസ്സിങ്. അങ്ങനെ കുറെ 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ടു വെയർ എ കൃപാൻ. സിഖ് വിശ്വാസത്തിൽ ആൾക്കാർക്ക് 5 കാര്യങ്ങളാണ് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. ഒന്ന് കൃപാൻ, വേറൊന്ന് ഖട, അതായത് പിന്നെ നമ്മുടെ തലയിൽ കെട്ടുന്ന 5 പേരുണ്ട്, കൃപാൻ, ഖട, ബാക്കി നിങ്ങൾക്ക് അറിയോ? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് കെ. ഈ കേസിൽ ഒരു കൃപാണെന്ന് പറഞ്ഞാൽ, കൃപാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാളില്ലേ, വാള് പോലത്തെ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഇസ് സ്മോൾ ഇൻ സൈസ്, ദാറ്റ് ക്യാൻ ബി അലൗഡ് ഇൻ ദ ഫോം ഓഫ് ദ റിലീജിയസ് പ്രാക്ടീസ്. പക്ഷെ ദാറ്റ് ഡസൻ ഗിവ് ദം ദ റൈറ്റ് ടു ക്യാരി ആസ് മച്ച് ആസ് കൃപാൻസ് ആസ് ദേ വാണ്ട്. Right to wear a kirpan as a religious symbol is allowed, but not any number of kirbans. മനസ്സിലായില്ലേ? അത് അവരുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ പേര് അവർക്ക് ഉപയോഗിക്കാം, പക്ഷെ എന്ന് വെച്ച് എത്ര വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു റൂളിംഗ് അവർക്ക് വന്നിട്ടുണ്ട്.
അതാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളുടെ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മതത്തിൽ വിശ്വസിക്കാം, നമ്മുടെ മതത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ മതത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. എന്താണ് 3 കാര്യം? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് പബ്ലിക് health. Next one is freedom to, Article 26 talks about the freedom to manage religious affairs. നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, every religion or any religious denomination shall have the right to establish institutions for religious and charitable purposes. അതായത് ആർക്ക് വേണമെങ്കിലും ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എസ്റ്റാബ്ലിഷ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Shall have the right to establish institutions of religion and charitable purpose. Pini, to manage its own affairs relating to religion. അവരുടെ മതത്തിന്റെ വിശ്വാസങ്ങൾ അവർക്ക് തന്നെ മാനേജ് ഇറ്റ്സ് ഓൺ റിലീജിയസ് അഫയേഴ്സ്. അവർക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ ലാൻഡ്. നമ്മളിപ്പം അമ്പലങ്ങൾ എടുത്താലോ പള്ളികൾ എടുത്താലോ അവർക്ക് സ്വന്തമായി മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റും. And the custodian in the case of Hindu religion is the deity itself. The deity will be the sole owner of the property of immovable or movable land. And to admit, they have the rights to administer such property in accordance with the law. And they have the right to administer such properties. Administer such properties with accordance to law. നമ്മുടെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. Freedom to religious manage religious affairs means you have the right to establish any institutions for religious or charitable purpose. നമ്മുടെ വിശ്വാസങ്ങൾ പ്രമാണിച്ചിട്ടുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ചാരിറ്റബിൾ ട്രസ്റ്റോ നമുക്ക് തുടങ്ങാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ മതപരമായിട്ടുള്ള എന്തൊരു കാര്യങ്ങളുടെയും അതിന്റെ അഫയേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള അവകാശവും നമുക്ക് തന്നെയായിരിക്കും. We have the right to manage our own affairs relating to the religion. Third one is own and acquire movable and immovable properties. Fourth one, to administer all these with accordance to the law of the land. The online ക്ലാസ്സിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് നമുക്ക് ഫേസ് ടു ഫേസ് എന്തൊക്കെ പറ്റാത്തതുകൊണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഇന്ററപ്റ്റ് മീ ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ്സസ്. ഓക്കെ, ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇന്ററപ്റ്റ് ചെയ്യാം, കാരണം എനിക്ക് സ്ക്രീനിലൂടെ ഐ വോണ്ട് ബി ഏബിൾ ടു സീ യു ഗൈസ്. Next one, freedom as to payment of taxes for promotion and maintenance of any religion. No person shall be compelled to give any religious taxes or any tax in the part of its proceeds if used for promotion and maintenance of religion. നമുക്കൊരു വിശ്വാസത്തിൽ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോടെ? ഏതെങ്കിലും ഒരു ഭരണകാലത്തോ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡ്യൂറിങ് ദി മുഗൾ പീരിയഡ് there was something known as ജസിയ. ജസിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് വേണ്ടി പോകണമെങ്കിൽ അത് നമ്മൾ ടാക്സ് അടച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പിൽഗ്രിമേജിന് പോകാൻ പറ്റൂ എന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ അത് മുഗൾ സാമ്രാജ്യം, എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ്, അക്ബർ ഇറ്റ്സെൽഫ് റിമൂവ് ദ ജസിയ സിസ്റ്റം ഫ്രം ദി മുഗൾ എംപയർ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. അതായത് അതുകൊണ്ടാണ് ആർട്ടിക്കൽ 21 വന്നിരിക്കുന്നത്. ആർട്ടിക്കൽ 21 says freedom from payment of taxes for promotion of any religious affairs. Now we move to Article 28. Article 28 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ആസ് ടു റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമുക്കൊരു റിലീജിയസ് നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മതപരമായിട്ടുള്ള ഉപദേശങ്ങൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ബൈഫ്രിക്കേഷനാണ് ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓർ വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. There are basically 4 institutions. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റേറ്റ്. മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള എല്ലാം. ഒരു എക്സാമ്പിൾ പറഞ്ഞേടേ.
എക്സാമ്പിൾ പറ, ഏതെങ്കിലും ഒരു കോളേജ് പറ, ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടർ വരുന്ന. കോളേജ് ആണോ? കോളേജ്, ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാ പറഞ്ഞത്. അപ്പൊ കോളേജിന്റെ എക്സാമ്പിൾ പറഞ്ഞു. CET. എക്സാം, എക്സാക്ട്ലി. സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ബൈ ദി സ്റ്റേറ്റ്. സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഏത് വേണമെങ്കിലും. നമ്മൾ എക്സാമ്പിൾ പറയണമെങ്കിൽ നമുക്ക് യൂനിസ് കോളേജ് എടുക്കാം, വലിയ ഗുണമ്പായിട്ടുള്ള ക്ഷേത്രത്തിൽ എടുക്കാം, എനി രാജഗിരി എടുക്കാം. എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്, അതായത് എനി പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂട്ടാൻ പറ്റും, റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റിൽ. ഇനി മൂന്നാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് റിസീവ്സ് എയ്ഡ്സ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട്. സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും എയ്ഡ് കിട്ടുന്നു, അതായത് എയ്ഡഡ് കോളേജ്. എയ്ഡഡ് കോളേജിന് എക്സാമ്പിൾ പറഞ്ഞേ. TKM. അത്രയേ ഉള്ളു, TK. ആൻഡ് ഫൈനലി recognized by the state but established under religious endorsements. റിലീജിയസ് എൻഡോഴ്സ്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ ഒരെണ്ണം പറയാൻ പറ്റുമോ? NSS പാലക്കാട്. അല്ല, അതും എയ്ഡഡ് കോളേജാണ്. അതും എയ്ഡഡ് കോളേജ്. അത് NSS പാലക്കാടിന് ഇത് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചത് റിലീജിയസ് എൻഡോഴ്സ്മെന്റ്സ്, അതായത് മതത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ. നമ്മുടെ മദ്രസ ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഈ അച്ഛന്മാരുടെ ഇതില്ലേ, അച്ഛന്മാരെ പഠിപ്പിക്കുന്ന, അതായത് അവരുടെ മതപരമായിട്ടുള്ള നിയന്ത്രണത്തിന് മേലുള്ള കോളേജ്, അതാണ് റിലീജിയസ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. NSS പാലക്കാട് TKM പോലെ തന്നെ എയ്ഡഡ് കോളേജാണ്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് എവിടെയൊക്കെ നമുക്ക് എങ്ങനത്തെ രീതിയിലുള്ള റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ കാശ് കിട്ടുന്ന സ്ഥാപനങ്ങളിൽ, സർക്കാരിന്റെ കാശ് കിട്ടുന്ന സ്ഥാപനങ്ങളിൽ ഒരു ശതമാനത്തിലുള്ള റിലീജിയസ് ഇൻസ്ട്രക്ഷൻസും കൊടുക്കാൻ പാടില്ല. No religious instructions can be given in the case of the state government because the funding is from the state government and it has been managed by the state government. In second and third category, religious instructions can be given but cannot be compelled. ഈ പ്രൈവറ്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നോക്കിക്കോ, ബട്ട് യു കനോട്ട് കമ്പൽ ദ സ്റ്റുഡൻസ് ടു ഫോളോ ദാറ്റ്. നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഇന്ന രീതിയിലത്തെ വസ്ത്രം അല്ലെങ്കിൽ ഇന്ന രീതിയിലത്തെ പ്രവണതയിലായിരിക്കണം നിങ്ങൾ ഈ കോളേജിൽ വരേണ്ടത്, നിങ്ങൾ ഇന്ന പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് യൂണിഫോം ഇടണമെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം, ഓൺ ദ ബേസിസ് ഓഫ് എ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ദ സ്റ്റുഡൻറ് ഷാൽ നോട്ട് ബി കമ്പൽഡ് ടു ഫോളോ ദാറ്റ്. ഇതിന്റെ രണ്ടിൻ്റെ അകത്തും. ബട്ട് വേറാസ് ഇൻ ദ കേസ് ഓഫ് ദി ഫോർത്ത് വൺ, റിലീജിയസ് എൻഡോഴ്സ്മെന്റ് അകത്ത് വരാൻ നേരത്ത് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് മേ ബി ഗിവൺ ആൻഡ് മേ ബി കമ്പൽഡ് ടു ദ സ്റ്റുഡൻസ് ടു ഫോളോ ഇറ്റ്. സ്റ്റുഡൻസിനോട് നിർബന്ധിക്കുകയും ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ പർട്ടിക്കുലർ ഫോം ഓഫ് ഡ്രസ് ഇടണം, നിങ്ങൾ ഇന്ന ഭാഷയിൽ സംസാരിക്കണം, നിങ്ങൾ ഇങ്ങനെ രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക്, വേണമെങ്കിൽ നല്ല റിലീജിയസ് എൻഡോഴ്സ്മെന്റ് ആയിട്ടുള്ള കോളേജുകൾ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ ചെയ്യാൻ പറ്റാത്ത? ഫസ്റ്റ് വണ്ണിന്റെ അകത്ത് ബിക്കോസ് ഇറ്റ് ഇസ് ബീൻ റൺ ബൈ ദ സ്റ്റേറ്റ് ഫണ്ട് ജനങ്ങളുടെ ഫണ്ട്, ആൻഡ് ഇറ്റ് ബീൻ കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ് ഫണ്ട്. ഇൻ ദ കേസ് ഓഫ് എയ്ഡഡ് കോളേജ് ഓൾസോ ദ ഫണ്ട് ഇസ് ബീൻ എയ്ഡഡ് ബൈ ദി ഗവൺമെന്റ് സബ്സിഡീസ്. അതുകൊണ്ട് you cannot force them to follow any particular form of law, but you can only give particular instructions. You cannot compel the students to follow that particular instruction. I mean, students may or may not follow it. But in the case of fourth one, you can give them the instructions and they have to follow it. മനസ്സിലായോടാ? Yes, sir. ഓക്കെ, ഇനി ഈ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഇറ്റ് ഇസ് എ ബിറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇത് രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദ വേർഡ് ഇറ്റ്സെൽഫ്, ദിസ് ഇസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് എന്ന് പറയും. ദിസ് ഇസ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. ആൻഡ് ദിസ് ഇസ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവറി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, ആർട്ടിക്കൽ 29 ആണ്, എവറി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ലിവിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ shall have the right to preserve and protect the language, script and the culture of its own. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചില ലാംഗ്വേജസ് ഉണ്ട്, നമുക്ക് അതിന് എഴുത്തില്ല, അതിനൊരു സ്ക്രിപ്റ്റ് കാണത്തില്ല, അതിന് ആകെ ഡയലക്റ്റ് മാത്രമേ കാണത്തുള്ളൂ. കൊങ്ങണി ഭാഷയ്ക്ക് നമുക്ക് എഴുത്തില്ല,
അപ്പൊ അങ്ങനെയുള്ള സെക്ഷൻസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻസ് ആണെങ്കിലോ ദേ ആർ ഗിവൻ ദി കംപ്ലീറ്റ് റൈറ്റ് ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ, അവരുടെ എഴുത്തുണ്ടെങ്കിൽ എഴുത്ത്, ഇനി അവരുടെ കൾച്ചർ, അത് മൈനോറിറ്റീസിന് പൂർണ്ണമായിട്ടുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് അത് സംരക്ഷിക്കാൻ. ആൻഡ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി പേഴ്സൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറ്റ്സ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ് ഇൻ ഗിവിംഗ് അഡ്മിഷൻസ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളാൽ ഒരാളെ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തുകൂടായിക ഇല്ല എന്ന് പറയാൻ പാടില്ല. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. സോറി, ചുമ എഴുതാറുണ്ട്. That is, every section of the society living in the territory of India shall have the right to protect their own language, their script, and culture in the case of their own. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി next one is right of minorities to establish educational institutions. Every religion or linguistic minority shall have the right to establish and administer educational institutions of their own. If a state take over the അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും മൈനോറിറ്റിക്ക് ഇപ്പം കൊടുക്കുന്ന ഗ്രാൻഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോ ഗവൺമെന്റ് നോ സ്റ്റേറ്റ് ഷാൽ discriminate in giving financial assistance to any educational institutions on the ground that it has been administered by a minority. ഒരു മൈനോറിറ്റി ഇവിടെ കൂട്ടം കാരണം നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഗ്രാൻഡ്സ് കുറച്ചു കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ആയിട്ടുള്ള ഓപ്ഷൻസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30. അപ്പൊ ആർട്ടിക്കിൾ 29 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗത്തിനും അവരുടെ ലാംഗ്വേജ്, അവരുടെ സ്ക്രിപ്റ്റ് ആൻഡ് അവരുടെ കൾച്ചർ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് സംരക്ഷിക്കാനുള്ള പൂർണ്ണ അവകാശം കൊടുക്കുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 29. And Article 30 says these minorities have their own right to establish and administer these educational institutions. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷ സംരക്ഷിക്കാനായിട്ട് അവർക്ക് തുടങ്ങാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇവിടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ഞാൻ തീർക്കാൻ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. ഞാൻ ഇത്ര സ്പീഡിൽ പോകാൻ ഒരു കാര്യമുണ്ട്. റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടി 44th അമെന്റ്മെന്റ് 1978 എടുത്ത് കളഞ്ഞു. ഇതിനെ നമ്മളിപ്പോൾ ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി, നമ്മളിവിടെ പഠിക്കേണ്ട. ആൻഡ് ദ ഫൈനൽ വൺ ദാറ്റ് വി ഹാവ് ടു ലേൺ ഇസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് നമ്മൾ മിക്ക സിനിമകളിലും കാണുന്ന സാധനമാണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യറിയോ ആൻഡ് കോവോറൻസ്. നമ്മൾ മിക്ക സിനിമകളിലും കാണുന്ന സാധനമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണേ, ആർട്ടിക്കിൾ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ വളരെ, യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിലും അല്ലാത്ത എക്സാമിനാണെങ്കിലും എസ് എ ആയിട്ടും അല്ലാതെയും ചോദിക്കാൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും എസ് ആയിട്ടും ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രൊവൈഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കും അതിൻ്റെ ഒരു സ്ട്രക്ചറും കൊടുക്കുകയാണ്, എങ്ങനെ നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, നമ്മൾ ഇത്ര നേരം പഠിച്ച പല ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും സംരക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതായത് ഫോർ എക്സാമ്പിൾ ഡോക്ടർ അംബേദ്കർ കോൾസ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫണ്ടമെന്റൽസ് ആണ്. ഈ ഓൾസോ കോൾസ് ഇറ്റ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നതും റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണെന്നാണ് പറയുന്നത്. ഇനി അണ്ടർ ആർട്ടിക്കിൾ 32, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, സുപ്രീം കോർട്ട് ഈസ് എംപവേർഡ് ടു ഇഷ്യൂ 5 types ഓഫ് റിറ്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യവും റിറ്റുകളാണ്. റിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഓർഡേഴ്സ്. അങ്ങനെ 5 ഓർഡേഴ്സ് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന 5 ആയുധങ്ങൾ, 5 കവചങ്ങൾ. These 5 things helps the court protect our fundamental right. മനസ്സിലായോ? കോർട്ടിന് ദീസ് ആർ ദി ഫണ്ടമെന്റൽസ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റലായിട്ട് വേണ്ട 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 റിറ്റുകൾ. ഇനി ഓരോ റിറ്റും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലിറ്ററലി മീൻസ് ടു ഹാവ് എ ബോഡി, ടു ഹാവ് എ ബോഡി ഓർ ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി കോർട്ട് ബോഡ്ലി ഓർ ഫിസിക്കലി. കോടതിക്ക് മുമ്പാകെ ഒരാളെ കൊണ്ട് നിർത്തുക. അതായത് റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ഇസ് ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ടു പ്രൊട്ടക്ട് ദി പേഴ്സണൽ ലയബിലിറ്റി. പേഴ്സണൽ ലയബിലിറ്റി എന്ന് വെച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 21. പേഴ്സണൽ ലയബിലിറ്റി ആർട്ടിക്കിൾ 21 സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഹേബിയസ് കോർപ്പസ്.
അതായത് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് ഇസ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ടു പ്രൊട്ടക്ട് ദ പേഴ്സണൽ ലയബിലിറ്റി ആർട്ടിക്കിൾ 21 of an individual against arbitrary arrest or detention by any authority or private individual. If any person is arrested or detained by anyone in any arbitrary form, then on his behalf, petition can be filed in the Supreme Court. The Supreme Court, by using habeas corpus, can order. ഇപ്പൊ ഒരു മിനിറ്റ് ഇതുകൂടെ തീർത്തിട്ടില്ല. ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരാളെ ആർബിട്രറി ആയിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ then on his behalf a petition can be filed in the Supreme Court. The Supreme Court, by issuing habeas corpus, can order the person who has been arrested by another person to be produced him specifically in the court. If the Supreme Court finds this arrest illegal, the aggrieved person may seek compensation. മനസ്സിലായോ പറഞ്ഞതുമല്ലോ? ഇല്ലല്ലോ, മനസ്സിലായ? ഇങ്ങനെ ഒന്നുകൂടെ പറയാം കുറച്ച്. അതായത് ഏതെങ്കിലും ഒരാളെ അനധികൃതമായി എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പൂട്ടിയിടുന്നതാവാം, ജയിലിൽ FIR ഇടാതെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ അറസ്റ്റ് വെച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒരാളെ പൂട്ടിയിടുന്നതാവാം. അപ്പൊ അനധികൃതമായി ആരെങ്കിലും എവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കാൻ അവരെ കാണാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ on his behalf, on the person who has been detained, a third individual can approach the Supreme Court or any court to issue an habeas corpus, and by the issuance of an habeas corpus, that person who has been detained has to be physically produced before the court. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ എവിടെയെങ്കിലും വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഇപ്പൊ രണ്ടുപേര് ഒളിച്ചോടി പോകാൻ നേരത്ത് ഒരാളെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, മറ്റൊരാളുണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ ആ പൂട്ടിയിട്ട ആളെ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരാനുള്ള അവകാശം സുപ്രീം കോർട്ടിനുണ്ട്. ആ സുപ്രീം കോർട്ടിന്റെ റിറ്റ് ആണ് habeas corpus. So if you file a habeas corpus, then Supreme Court issues a writ whereby which the police is bound to produce that person physically in front of the court. മനസ്സിലായോ? Yes. Okay. Next one is mandamus. Mandamus എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എ കമാൻഡ് ആക്ടിവിറ്റി. അതിന് അധികാരത്തിന്റെ പവർ ഉണ്ട്. അതായത് by the issuance of this writ, the Supreme Court to public officers or subordinate courts or quasi-judicial bodies such as tribunals, in order to enforce them to perform their legal duties and fulfill constitutional obligations towards the people. അതായത് ഇത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണ്. ആർക്ക്? ഇൻഫീരിയർ കോർട്ടുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവന്റെ ജോലി കൃത്യമായി ചെയ്യുന്നില്ല എന്ന് കാണുകയും നമുക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യിപ്പിക്കാൻ പറയും. അതായത് നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഈ ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിൽ നിന്ന് നമുക്കൊരു ഉത്തരവ് വാങ്ങാം. പക്ഷെ ഉത്തരവ് വാങ്ങുമ്പോൾ അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. 3 പേർക്ക് ഈ ഓർഡർ പ്രാബല്യത്തിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. 3 ആൾക്കാർക്ക് എതിരെ നമുക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആരൊക്കെ ആയിരിക്കും? ചുമ്മാ നോക്കിച്ച് നോക്കിയേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാരാണ്? പ്രസിഡന്റിനെതിരെ നമുക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രസിഡന്റ് നമുക്ക് റിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റ് പണിയുന്നില്ല, പ്രസിഡന്റ് മര്യാദയ്ക്ക് പണിയെടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് വൺ, സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ആളാരാ? സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ആളാരാണ്? പോയാ ഗവർണർ. ഗവർണർ ഇസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അതുകൊണ്ട് ഗവർണർക്കെതിരെയും നമുക്ക് മാൻഡമസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി 3ാമത്തെ ഒരാളുണ്ട്, ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് ഒരിക്കലും മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞെന്താണ്? ഏതെങ്കിലും സുപ്രീം കോർട്ടിന്റെ താഴെയുള്ള സുപ്പീരിയർ കോർട്ടുകൾ, അതായത് സബോർഡിനേറ്റ് കോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാസി ജുഡീഷ്യൽ ബോഡിയോ അല്ലെങ്കിൽ ട്രൈബ്യൂണലുകളോ അങ്ങനെയുള്ള ഏതെങ്കിലും ലീഗൽ ഫാക്ടേഴ്സിന്റെ അടുത്ത് നിങ്ങളുടെ ലീഗൽ ആയിട്ടുള്ള ജോലി കൃത്യമായി ചെയ്യുക എന്ന് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൻഡമസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ഓഫീസിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഹു ഈസ് കണ്ടക്ടിങ് ആൻ ഒഫീഷ്യൽ ഡ്യൂട്ടി, അവർക്കെതിരെ നമുക്ക്
മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, നമ്മൾ വീട്ടിലിരിക്കാൻ നമ്മുടെ അടുത്ത് പറയാൻ പറ്റും നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ? ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി മണി ഫ്രം ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ദി ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ഓർ എനി സ്റ്റേറ്റ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, അങ്ങനെയുള്ള നമുക്കിത് പറയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് കൂടാതെ പ്രസിഡന്റ്, ഗവർണർ ആൻഡ് എനി പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് നമുക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇവിടെ ഹലോ, Yes, sir. ഇത് സൂക്ഷിച്ചോണം. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും വരും. വേണമെങ്കിൽ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യനോ 10 മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ടും ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് പ്രൊഹിബിഷൻ. ആസ് ദ വേർഡ് ഡിസ്ക്രൈബ്സ്, ഇറ്റ് മീൻസ് ടു സ്റ്റോപ്പ്, പ്രൊഹിബിറ്റ് ചെയ്യാം. ദിസ് റിറ്റ് ഇസ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് or any subordinate courts to the lower courts or judicial body. Its purpose is to prohibit such a subordinate courts from initiating or continuing any specific proceedings in any specific case. The case may be transferred to another court or taken up by the higher court. അതായത് മേൽക്കോടതി താഴെയുള്ള കോടതിക്ക് മേൽ കൊടുക്കുന്ന സ്റ്റേ ഓർഡർ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് അവിടെ നിർത്തുക, അതിന്റെ പ്രൊസീജിയർ തുടരാൻ പാടില്ല എന്നും പറഞ്ഞ് ആ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലീഗൽ പ്രോസസ്സിനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊഹിബിറ്റ് ചെയ്യുന്ന സാധനമാണ് പ്രൊഹിബിഷൻ. മനസ്സിലായോ? അതായത് ഓൺ ഗോയിങ് കേസ് ആയിരിക്കും. ഓൺ ഗോയിങ് കേസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പ്രൊഹിബിഷൻ. മനസ്സിലായോ? എന്നിട്ട് ആ കേസ് വേറൊരു കോടതിയിലോട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സുപ്പീരിയർ കോർട്ട് ഏതാണോ, ഇപ്പം ജില്ലാ കോടതിയാണെങ്കിൽ ഹൈക്കോർട്ടിനെ എടുക്കാൻ പറ്റും, ഹൈക്കോടതി ആണെങ്കിൽ സുപ്രീം കോർട്ടിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് എടുക്കാൻ പറ്റും, കേസ് എടുക്കാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. ആൻഡ് ദി ഫോർത്ത് വൺ ഇസ് സെർഷ്യറിയോ. ഇറ്റ് മീൻസ് ടു സ്ക്വാഷ്. ദിസ് റിറ്റ് ഇസ്, അത് സ്ക്വാഷ് ചെയ്യുക. മറ്റേത് സ്റ്റോപ്പ് ആണെങ്കിൽ ഇത് സ്ക്വാഷ് ചെയ്യുക. This writ is issued by the Supreme Court to subordinate courts or quasi-judicial body in order to squash or set aside the decision of that court in any specific case. അതായത് നമ്മളിപ്പോൾ ഒരു കോടതിയിൽ ഒരു തീരുമാനം എടുത്തു, ആ എടുത്ത തീരുമാനത്തിനെ സ്ക്വാഷ് ചെയ്യാൻ, നിങ്ങൾക്ക് അതിന്റെ മേൽ ആ തീരുമാനം എടുക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടുകൾ ഇൻഫീരിയർ കോർട്ടുകളിലോട്ട് അയക്കുന്ന ഒരു സാധനമാണ് സെർഷ്യറിയോ. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണെന്നും ആ തീരുമാനം പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുന്നതെന്ന് സ്ക്വാഷ് ചെയ്യാം. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഹിബിഷൻ ആൻഡ് സെർഷ്യറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, while prohibition is issued when proceedings of a case is currently done and is yet to be started, നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുടങ്ങാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലോ ആയിരിക്കും നമ്മൾ പ്രൊഹിബിഷൻ വിടുന്നത്. പക്ഷേ സെർഷ്യറി is issued after a decision is taken in the court to declare that decision as null and void. പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ തുടങ്ങാൻ പോകുമ്പോഴോ അതോ അതിന്റെ അവസാനം എത്തുമ്പോഴോ ആയിരിക്കാം. സെർഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു റിറ്റാണ് സെർഷ്യറിയോ. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? Yes, sir. ഓക്കെ. ഇനി കോവറണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫൈനൽ വൺ, ഇറ്റ് മീൻസ് വാട്ട് ഇസ് യുവർ അതോറിറ്റി. This writ is issued in order to maintain transparency in appointment of public posts. If any person is appointed to any public post without having required qualification, by issuing this writ, Supreme Court may ask for the valid documents. അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അധികാരത്തിൽ കയറിയത്, അതായത് what are the conditions by which you have gotten this job? Have you fulfilled your minimum criteria? What is your authority to take up this position? ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ എല്ലാത്തിന്റെയും ഈ വൺ വേർഡ് മീനിങ് ഇവിടെ എഴുതി വെക്കാം. ഹേബിയസ് കോർപ്പസിന്റെ ഇതൊരു ഗ്രീക്ക് വാക്കാണ്, ഹേബിയസ് കോർപ്പസ്. അതിന്റെ ഡയറക്റ്റ് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹാവ് എ ബോഡി എന്ന്. ടു ഹാവ് ബോഡി, അതായത് ഫിസിക്കലി ബോഡി കൊണ്ട് വരിക. മനസ്സിലായോ? ഇനി മാൻഡമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it means a commanding authority. It means അതിന്റെ വാക്ക് ഇതിനകത്ത് എഴുതിയിട്ടില്ല. Is issued by the Supreme Court to public officers. Public officers to correct to do your official duty correctly. Prohibition എന്ന് വെച്ച് കഴിഞ്ഞാൽ to stop or to prohibit. Certiorari എന്ന് വെച്ച് കഴിഞ്ഞാൽ to squash, എടുത്തിരിക്കുന്ന തീരുമാനത്തിനെ
സ്ക്വാഷ് ചെയ്യുക. കോവോറണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ അതോറിറ്റി, എന്ത് അവകാശത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്, ഡു യു ഹാവ് ദി റൈറ്റ് എന്നുള്ളതാണ് കോവോറണ്ടോ. മനസ്സിലായോ? മനസ്സിലായോടെ? Yes, sir. Yes, sir. ഓക്കെ. അപ്പം ഇനി ഞാൻ ഇത്ര സ്പീഡിൽ പോയതിന്റെ കാര്യം എന്നാലും അറ്റൻസ് എടുത്തിട്ട് പറയാം. അറ്റൻഡൻസ് ഒരു സെക്കൻഡ്. നിങ്ങൾ ഒരു കാര്യം അറ്റൻസ് പറ. Sir, 1%. 1%, 2%, 3, 3%, 4%, 3%, 3 പറഞ്ഞായിരുന്നല്ലോ. 5, 6%, 7%, 7%, 8%, 9%, sir. 10%, 11%, sir. 12%, sir. 13%, sir. 14%, sir. 3%, 16%, sir. 17%, 18%, sir. 19%, sir. 20%, sir. 21%. 22, 23, sir 22, sir 23%, 25, 26, 26, 27. 28, 29, 29%, sir. 30, 30%, sir. 21. 32%, sir. 33%, sir. 35%. ഓക്കെ. 35, 36%. 37, 38%, sir. 39, 40%, sir. 39, 39%. 40, 40. 41, 41, 42, 43, 43%, sir. 44, 44%, sir. 45, 45%, sir. 47, 47, 48, Present, sir. 49, Percent, sir. 50, 50%, sir. 51, 52%, sir. 53%, sir. എടാ മുഹമ്മദ് റയാനെ ഉറക്കത്തിൽ നിന്നിരടാ, അല്ലെങ്കിൽ ക്യാമറ എങ്ങനെ ഓഫ് എന്നെ കാണിക്കാതെ. 52, ഒരു ചെറുപ്പം വന്നിട്ടുള്ളതാ. ഇപ്പൊ വന്നതേ അല്ല മുടുക്കൻ. ആ 52, 52 ഇല്ലേ? 52. 53, 53 ഇല്ല. 54, 54, 53 ഉണ്ട്. ശരി. 55, 56, 56 ഇല്ല. 58, 59. എന്താ 56 ഉണ്ടോ? 56 ഉണ്ടോ? ഉണ്ടായിരുന്നു. പ്രണവാണ്. ഓക്കെ. 59, 59. 60, 61. 62. 63. 64. 65, 66. 67, 68, 69.
70. 71. 72. 73, 74, 74 അല്ലേ ഉള്ളു? 74 അല്ലേ ഉള്ളത്? ഓക്കെ. Sir. അപ്പം ഞാൻ ഇനി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് പബ്ലിഷ് ചെയ്ത് കണ്ടായിരുന്നു ഓൾറെഡി? അസൈൻമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സീരീസിന് മുമ്പേ തന്നെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും എഴുതാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് സപ്ലി വരാനുള്ള പ്രോബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. Even though this is a non-credit subject, at the end, if you do not pass this will be considered as a supply and this will hamper your chances of entering the campus placement. അതുകൊണ്ട് ഞങ്ങൾ തന്നിരിക്കുന്ന അസൈൻമെന്റ് നിങ്ങൾ കൃത്യമായി തന്നെ എഴുതി വെക്കുക. ഇനി അടുത്ത ക്ലാസ്സും അതിൻ്റെ അടുത്ത ക്ലാസ്സിലും ഞങ്ങൾ ഓൾറെഡി ഹാവ് ടോൾഡ് യു വാട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ ആൻഡ് വാട്ട് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ. പറഞ്ഞു തന്നില്ലായിരുന്നോ? അപ്പൊ ഐ വിൽ ബി ഷെയറിംഗ് മൈ സ്ലൈഡ് റൈറ്റ് നൗ. പാർത്തിയോ ഞാൻ നിനക്ക് അയച്ചു തരാം. നിങ്ങളത് ഷെയർ ചെയ്യുക. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ കം ആൻഡ് ഐ വിൽ ആസ്ക് യു ടു റൈറ്റ് ദ അസൈൻമെന്റ്. അപ്പോൾ ഇരുന്ന് എഴുതുക. ഓക്കെ? കാരണം അതിനകത്ത് ഒരു പാർട്ട് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും, ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾസ്. അതിന്റെയും സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് തരും. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പൊ തരാമോ സ്ലൈഡിൻ്റെ അകത്ത് എല്ലാം തിരക്കില്ലാതെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായിട്ട് അത് വായിച്ചിട്ട് അതിന് മുമ്പേ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അടുത്ത 2 ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എഴുതാനും ഒരു വാക്കിലെങ്കിലും എഴുതുക. ആർട്ടിക്കിൾ 31 ഇന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സാധനം തരാം. നിങ്ങൾ അത് നോക്കി എഴുതുക. ഐ വോണ്ട് യു ടു റൈറ്റ് എവറി സിംഗിൾ ഡീറ്റെയിൽ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ദ അതർ ക്ലാസ്. അതായത് ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചതും ബാക്കിയുള്ളത് നിങ്ങൾക്ക് അടുത്ത 2 അവർ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങൾ അസൈൻമെന്റ് എഴുതണം. കാരണം മൺഡേയും ക്ലാസ് ഉണ്ട്, ട്യൂസ്ഡേയും ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ആ 2 അവർ വെച്ച് അത് ക്ലാസ് വർക്ക് ആയിട്ടാണെങ്കിൽ ക്ലാസ് വർക്ക് ആയിട്ട് കൂട്ടാം, അസൈൻമെന്റ് ആയിട്ടാണെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് കൂട്ടാം. നിങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരും. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരും. അതിനെക്കുറിച്ച് ബ്രീഫ് എക്സ്പ്ലനേഷൻ 15 മിനിറ്റ്സ് തരും. അതിനുശേഷം അതിന്റെ അസൈൻമെന്റ് നിങ്ങൾ അപ്പോൾ തന്നെ എഴുതുക. അന്നും കാരണം നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ്. തിങ്കളും ചൊവ്വയും നമുക്ക് 2 അവർ ഉണ്ട്. ആ 2 അവർ കൊണ്ട് തന്നെ നമ്മുടെ കംപ്ലീറ്റ് അസൈൻമെന്റും എഴുതി തീർക്കുക. മനസ്സിലായോ? അപ്പൊ റിഹാനെ ലാസ്റ്റ് മിനിറ്റ് ഓടി വന്നിട്ട് ഉറങ്ങിയാൽ പോരാ, നേരത്തെ വന്നിരുന്ന് എഴുതാൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് വരിക. ഇനി നിങ്ങൾക്ക് അങ്ങനല്ല സാറേ, ഞാൻ ട്രെയിനിലായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിലുണ്ട് മുന്നേ. ട്രെയിനിലായിട്ട് വന്നിട്ട് വീട്ടിലിപ്പോ എത്തണുള്ളൂ. അതാ ഉദ്ദേശം. അപ്പൊ ഞാൻ കിടക്കേനു. അതാ. ഓക്കെ, എന്നിട്ട് നീ എന്റെ ക്ലാസ്സിൽ കയറി. ഓക്കെടാ, ആത്മാർത്ഥ സമ്മതിച്ചത്. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ് വരാൻ നേരത്ത് വാട്ട് ഐ വോണ്ട് ഫ്രം യുവർ സൈഡ് ഈസ് ഐ നീഡ് യു ടു ബി പ്രിപ്പയർഡ് ഫോർ റൈറ്റിംഗ് ദി അസൈൻമെന്റ് കംപ്ലീറ്റ്. നിങ്ങൾ അപ്പോൾ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കണോ? ChatGPT ഉപയോഗിക്കാം. നിങ്ങൾക്ക് അല്ലാതെ വേറെ വല്ലതും വേണോ? അല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഞാൻ ഈ നോട്ട്സ് ഇപ്പൊ ഞാൻ സ്ലൈഡ് ഞാനിപ്പോൾ പാർത്തുവിനെ അയച്ചു കൊടുക്കും. പാർത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങൾക്ക് നേരത്തെ എഴുതിയിട്ട് വന്നാൽ അവർ ഇരുന്നോ. കാരണം ട്യൂസ്ഡേ വൈകിട്ട് എനിക്ക് എൻ്റെ അസൈൻമെന്റ് കിട്ടും. കാരണം നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതി ഒരു വട്ടമെങ്കിലും എഴുതി നോക്കിയാൽ യു വിൽ നെവർ ഫോർഗെറ്റ്, കീപ്പിംഗ് ഇൻ മൈൻഡ് മൈ ക്ലാസ്സസ്. ഓക്കെ സാർ, അറ്റൻഡൻസും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ ET ലാബില്? അതിനൊരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മുടെ അറ്റൻഡൻസ് ഇപ്പോഴും മാറിക്കിടക്കുക. 5-ാം തീയതി 6-ാം തീയതി ആയിട്ട് മാറിക്കിടക്കുക. ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ അത് മാറുന്നതായിരിക്കും. അവർ എനിക്ക് ആപ്ലിക്കേഷൻ എനിക്ക് അപ്രൂവൽ വന്നതിന് അപ്പോഴും മാറി. ഇപ്പോഴും നമ്മുടെ പഴയ ടൈം ടേബിളിലാണ് കിടക്കുന്നതിൻ്റെ. ഞാനത് ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്ത് ഇന്ന് ഞാൻ റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അത് ഇന്ന് തന്നെ ഞാൻ റെഡിയാക്കാൻ നോക്കും. ഓക്കെ ഓക്കെ ഓക്കെ, മീറ്റിംഗ് ഉണ്ട്. ബൈ.